നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ലൈവ് കുറച്ച് ദിവസത്തേക്ക് വേണ്ടെന്നാണ് വെച്ചത്. എങ്കിലും കുറച്ച് പേര് വിളിച്ചിട്ട് പറയുന്നുണ്ട് ലൈവ് അപ്ഡേറ്റ് ചെയ്യാതിരിക്കല്ലേ എന്ന്. കുറച്ച് പേര് ഇപ്പം മറ്റുള്ള യൂട്യൂബിലൊക്കെ പറയുന്ന പോലെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനിങ്ങനെ ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല. ഒരു 8ൽ താഴെ ആൾക്കാർ മാത്രം എന്നോട് പേഴ്സണൽ മെസ്സേജ് പറഞ്ഞത് ലൈവ് നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ശരി 8 പേരെങ്കിൽ 8 പേര് അവർ നമ്മളെ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരാണല്ലോ. 8,000 800 80 ഒന്നും അല്ല, 8 പേരാണ്. അവർക്കും ഒരാളെങ്കിൽ ഒരാൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുത്താൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ നമുക്ക് ലൈവ് റെക്കോർഡിങ് ചെയ്യാം. ഞാൻ നേരത്തെ ചെയ്തെന്നുള്ളൂ, ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വിളിക്കാം. അതേപോലെ തന്നെ ഡെയിലി ലൈവ് വ്യൂ, നിങ്ങൾ ഈ 3-4 ലൈവ്, അതായത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ താല്പര്യമുള്ളവരൊരു 3-4 ലൈവ് എടുത്ത് കാണുക. അപ്പോൾ അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യാനുള്ള ഒരു ധൈര്യമോ കോൺഫിഡൻസോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈവിലേക്ക് വരാം. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വ്യക്തിയോട് ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം കൂട്ടത്തിലിരുന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു ട്രേഡർ ആവാൻ പറ്റും. കൂടെ ഈ ചാർട്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് കൈ നനയാതെ മീൻ പിടിക്കാം എന്നുള്ള പരിപാടിയുള്ളവർ ദൈവത്തോർത്ത് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക. കാരണം കൈ നനയാതെ കിട്ടുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കാതെ കിട്ടുന്ന പൈസ നിലനിൽക്കുകയില്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വ്യൂ കറക്റ്റായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് എൻട്രി എടുക്കുന്നു. അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് കുറേശ്ശെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. ഒരു ഗ്യാംബ്ലിംഗ് ആണെന്നുള്ള തോന്നലൊക്കെ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഇപ്പോൾ തെളിഞ്ഞു വരും. ഇപ്പോൾ അത് ഒന്ന് കണ്ട് മനസ്സിലാക്കി അതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ചാർട്ട് നമുക്ക് നിഫ്റ്റിക്ക് മാത്രമല്ല, F&O, MCX, ക്രിപ്റ്റോ, ഫോറക്സിൽ വളരെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർട്ടാണ്. പക്ഷെ അതിന് ഓരോന്നിനും ഓരോൻ്റെ ക്യാരക്ടർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു സെർച്ച് ബാറുണ്ട്. ഈ സെർച്ച് ബാറിൽ ഏതാണോ അടിച്ചു കൊടുക്കുന്നത് അത് ഇവിടെ ഇവിടെ തെളിഞ്ഞു വരും. ആ ചാർട്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ചാർട്ട് സെയിം ആണ്, നമ്മളതിൽ ആഡ് ചെയ്യുന്ന കണ്ടൻറ്റ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിലൊന്ന് പരിശോധിക്കുക. കഴിഞ്ഞ 2021 ജനുവരി മുതലുള്ള വീഡിയോസ് അപ്ഡേറ്റഡ് ആണ്. ഒരു 150 മേലെ ലൈവ് വീഡിയോസും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്, അതേപോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അത് നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. അതേപോലെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർ, സ്റ്റോക്കൊക്കെ എടുത്ത് വെച്ച് ഇരിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു വ്യൂ അറിയാതെ, അതായത് ദിക്കറിയാതെ നമ്മൾ വഞ്ചി തുഴയാന്ന് പറയില്ലേ, കരയറിയാതെ എന്ന് പറയണ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആഫ്റ്റർ എൻ്റെ ലൈവിന് ശേഷം കോണ്ടാക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ഞാൻ ലൈവ് ഓൺ ചെയ്തിടാനായിട്ട് ശ്രമിക്കാം. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എന്ന് വെച്ചിട്ട് അതിൽ സ്റ്റേ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു റൂമിലേക്ക് വരാം. സ്റ്റോക്കിൻ്റെയോ സ്വിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണെങ്കിലും അതിൽ ഡിസ്കസ് ചെയ്ത് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം, ടൈമിൻ്റെ അവൈലബിലിറ്റി പോലെ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് സമയം 9:01 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ മുഴുവനും കൂടെ ഊറ്റിയെടുക്കാം എന്നുള്ളൊരു തീരുമാനം നമുക്കില്ല. അങ്ങനെ ഊറ്റിയെടുക്കുന്നത് നമ്മൾ വേറൊരു വഴിക്ക് നമ്മളുടെ ശരീരത്തിലേക്ക് വേണ്ടി തന്നെ ചിലവഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞതിനർത്ഥം നമ്മൾ ഓവറായിട്ട് ട്രേഡ് ചെയ്ത് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് എടുത്തിട്ട് മാറുക. നിഫ്റ്റി എന്നുള്ളൊരു കമ്പനിയിലെ ഒരു എംപ്ലോയറാണ് ഞാനെന്നുള്ള രീതിയിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ട് എന്നും എടുത്താൽ ചാർട്ട് എന്നും ഒന്നും തന്നുകൊണ്ടിരിക്കും. നമ്മൾ അത്യാർത്ഥി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് തിരിച്ചു മേടിക്കാനും ചാർട്ടിന് അറിയാം എന്നുള്ള കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഡിസിപ്ലിൻ ട്രേഡർ ആയിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുത്ത് മാറും, കറക്റ്റായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള പ്രതിജ്ഞ എല്ലാ ദിവസവും എടുത്തെടുത്ത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മളൊരു ഡിസിപ്ലിൻ ട്രേഡറായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സമയം 9:07. ഇപ്പോൾ രാവിലത്തെ നമ്മുടെ അനലൈസിങ്ങിലേക്ക് പോകാം. മാർക്കറ്റ് 37 പോയിൻ്റ് ഡൗണിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 22,546 എന്നുള്ള ഒരു കൺസോൾട്ടേഷൻ സോണ് മാർക്കറ്റിൽ മേക്ക് ചെയ്ത് നിൽക്കുകയാണ്.
അപ്പം അതിൻ്റെ ഒരു ബാക്ക്വേർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈഡേ 5-ാം തീയതി ഫ്രൈഡേ ഒരു കൺസോൾട്ടേഷൻ സോണായിരുന്നു. മൺഡേ 1-ാം തീയതി ഒരു കൺസോൾട്ടേഷൻ സോണായിരുന്നു. ആ ലെവലിൻ്റെ ഏകദേശം അടുത്തൊക്കെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 22,546, 22,466 ഈ ഒരു ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് കിടന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ്. സ്റ്റിൽ 30 മിനിറ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 50 മിനിറ്റ്സിലും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് ട്രെൻഡ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കൺസോൾട്ടേഷൻ ആയിരിക്കും. അപ്പോൾ രാവിലെ മെജോറിറ്റി സ്കാൽപ്പിംഗ് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മാർക്കറ്റ് മുകളിലേക്ക് വന്നാലും 22,600 കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള 2 ഡേയിലെ ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് കാരണം മാർക്കറ്റ് എന്തായാലും 22,533. അപ്പോൾ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ, കാരണം ഇവിടെ ഒരു 2-3 ക്യാൻഡിൽ 22,533. അപ്പോൾ കണക്ക് ശരിയാണെങ്കിൽ 22,589 മൈനസ് എത്ര പോയിൻ്റ് ആയിരുന്നു? 37 പോയിൻ്റ്. 22,552. 552 എന്ന് പറയുമ്പോൾ 22,533 വരെ താന്നു പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനുശേഷം എന്തായിരിക്കും മാർക്കറ്റിലെ അവസ്ഥ, നമുക്ക് ഏത് ഭാഗത്ത് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നമ്മൾ നോക്കണമല്ലോ. അതായത് ആ ബോക്സിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രീവിയസ് ക്യാൻഡിൽ, അതായത് ഇവിടെ ഒന്ന് വന്ന് 2 എം പാറ്റേൺ പോലെ വന്നിട്ടുണ്ട്. ആ റേഞ്ച് എന്ന് പറയുന്നത് 22,548 പിന്നെ താഴത്തെ റേഞ്ച് എന്ന് പറയുന്നത് 22,486, 490. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ബോക്സും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ബോക്സിൻ്റെ അകത്തായിരിക്കും മെജോറിറ്റി ഇന്ന് കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസ്. ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ കേസ്, ഇവിടെ SMA വളരെ ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ SMA ഭാഗത്തേക്ക് ഈ ഒരു യെല്ലോ ലൈൻ, അതായത് ബ്ലൂ ലൈൻ 22,548 ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് വരണം. എന്ന് വെച്ചാൽ ഈ എങ്ങനെ ഇറങ്ങിയോ അതേപോലെ തന്നെ തിരിച്ചു കയറണം. അതിനകത്ത് ആദ്യത്തെ മാർക്കറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള റെസിസ്റ്റൻ്റ് ഏരിയ 22,548, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 22,626, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 22,691, അല്ലെങ്കിൽ നമ്മുടെ യെല്ലോ ലൈൻ SMA. അപ്പോൾ താഴത്തേക്ക് പോവുകയാണെങ്കിലോ ആദ്യത്തെ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയാൽ 22,490, 22,460 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ആദ്യത്തെ സപ്പോർട്ട് ഏരിയ. അവിടെയും ബ്രേക്ക് ചെയ്താൽ 22,332 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. കാരണം ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈൻസൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു രാവിലെയൊക്കെ ട്രേഡിൽ വന്നിരിക്കുമ്പോൾ ഒരു പേപ്പറും പേനയൊക്കെ ആയിട്ട് വന്നിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഡീഷണൽ സ്ക്രീനോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെറുതെ ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ച് വെച്ചിട്ട് ഈ ലൈനൊക്കെ നിങ്ങൾക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്കും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ അനലൈസ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാനും കൂടെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ സിയുടെ കേസിൽ നമുക്ക് 5 മിനിറ്റിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. അതായത് മാർക്കറ്റ് ഇവിടെ RSI ക്രോസ് ഓവർ ആവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് എവിടെ എടുക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ കൺസോൾട്ടേഷൻ. അതായത് നമ്മൾ പ്രീവിയസ് ആയിട്ട് വരച്ചു വെച്ച ആ ബ്ലൂ ലൈൻ കഴിഞ്ഞ ദിവസം വരച്ചു വെച്ചത് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് അടുത്ത സ്പേസിലേക്ക്, അതായത് ഈ ക്രോസ് ഓവർ തൊട്ട്, അതായത് ഇവിടെ നിന്ന് ടോപ്പ് എൻഡിൽ നിന്നുള്ള ഡൗൺ ആണ് ഈ ക്രോസ് ഓവർ വരെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ ഇന്ന് മാർക്കറ്റ് അത് തിരിച്ച് എമ്മാതിരിയാണ് പോകണമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ RSI ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു സിയിലേക്ക് ചാൻസ് ഇല്ല. അപ്പം നിലവിൽ 105 ബ്രേക്ക് ചെയ്താൽ ഇനി 80 80 കഴിഞ്ഞാൽ 65 സപ്പോർട്ട് ഏരിയ. പിയുടെ കേസിലാണെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് സിയിൽ ഇൻ ദ മണി
നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം. മാർക്കറ്റ് ഓപ്പണായിട്ട് എവിടെയാണ് ഓപ്പൺ ആവണമെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പിന്നെ സിയിൽ ഇത്തിരി നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഒരു 30 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ, അപ്പോൾ ഒരു 150 റേഞ്ചിലേക്ക് വരും. 25 രൂപ ആയത് കാരണം വലിയ പ്രശ്നമില്ല. പ്രീമിയം 25 ആയത് കാരണം നമുക്ക് വിഷയമില്ല. 22,500 സി നമുക്ക് നോക്കാം. 172 നിൽക്കുന്നത്. താഴത്തേക്ക് വന്നാൽ സപ്പോർട്ട് 150, അതിന് താഴെ 112. പിയുടെ കേസിലാണെങ്കിൽ 173 സ്ട്രൈക്കാണ് നിലവിൽ നിൽക്കുന്നത്. നമുക്ക് ഇത്രയും കൂടെ റേറ്റ് 102 വലിയ കുഴപ്പമില്ല. 22,700 പി നോക്കാം. നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ 104. 110 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ്. അതായത് ഒരു ഡോജി ക്യാൻഡിൽ, അതിന് മുമ്പുള്ള പ്രീവിയസ് ഗ്രീൻ ക്യാൻഡിൽ, അതിൻ്റെ ഹൈ കണ്ടിന്യൂ ചെയ്ത് എവിടെ പോകണം? ആദ്യത്തെ റിജക്ഷൻ ഏരിയ 130. 130ൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 55 വരെയുള്ള 25 പോയിൻ്റ്, അതൊക്കെ മേലെ പോയാൽ 180. അത്രയായിരിക്കും നമ്മളുടെ കോൺസെൻട്രേഷൻ. അത് നമ്മൾ നേരെ 5 മിനിറ്റിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യുന്നു. മാർക്കറ്റ് ഓപ്പൺ ആവാൻ പോകുന്നു. അപ്പോൾ 120 മുകളിൽ ചെന്നാൽ 130 റെസിസ്റ്റൻ്റ് ആണ്. 110. ഓക്കെ, മാർക്കറ്റ് നമ്മൾ പറഞ്ഞ കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് ആക്റ്റീവ് ചെയ്തിട്ട് കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 80 സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 80 ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ക്യാനിൽ താഴത്തോട്ട് പോയാൽ 65ലേക്ക്. സിയിൽ എന്താ അവസ്ഥ? പറഞ്ഞ പോലെ 150 സപ്പോർട്ട് എടുത്തു. ഭയങ്കര ഹൈ റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ സിയിൽ ഇത്തിരി റേറ്റ് കുറഞ്ഞ സ്ട്രൈക്കിലേക്ക് പോകണം. 22,600 എന്നുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. 22,600 സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. 5 മിനിറ്റിൽ അവരുടെ സൈഡ് ക്രോസ് ഓവർ വരുന്നുണ്ട്. 120 എന്തായാലും ടച്ച് ചെയ്യണം. 120 അല്ലെങ്കിൽ 119. 119 ബ്രേക്ക് ചെയ്താൽ 120. 20 ബ്രേക്ക് ചെയ്താൽ കുറച്ചും കൂടെ മുകളിലോട്ട് പോകാം. 118.35 വരെ വന്നുള്ളൂ. 120 ബ്രേക്ക് ചെയ്താൽ ആദ്യത്തെ ഒരു സഡൻ റിജക്ഷൻ 131ലേക്കായിരിക്കും. 120 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റടിക്ക് ഒരു ടിപ്പ് 130ലേക്ക് ഫാസ്റ്റായിട്ട് വരും. അതിനുശേഷം ഒന്ന് ഇറങ്ങിയതിന് ശേഷമായിരിക്കും പിന്നെ 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 163ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും ആ ഒരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസ്. 120 തൊട്ട് 130 വരെയുള്ള 10 പോയിൻ്റ് സേഫ് സോണാണ്. അതിനുശേഷം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹൈ വോളിയത്തോടു കൂടി മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 130 കഴിഞ്ഞാൽ അടുത്തൊരു ടിപ്പ് എന്ന് പറയണത് 142. 120, 21 മുതൽ 130. അതിൻ്റെ സെക്കൻഡ് 130 ബ്രേക്ക് ചെയ്താൽ 142. 142 കഴിഞ്ഞാൽ പിന്നെ 162ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. 22,600 സി ഡബിൾ ചാർട്ടിൽ 22,600 സി പിയിൽ 22,700, 22,750 സെലക്ട് ചെയ്യാം. ഡെൽറ്റ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. $22,750 പി, കാരണം നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് കൂടിയത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. സിയിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ 120 ബ്രേക്ക് ചെയ്താൽ 130ലേക്ക്, അത് കഴിഞ്ഞാൽ 140ലേക്ക്. ഓരോ ക്യാൻഡിലിൻ്റെ ടിപ്പാണ് താൽക്കാലികമായിട്ട് ഉദ്ദേശിക്കുന്നത്. സോറി, ഇവിടെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. അത് 5 മിനിറ്റ് ഒന്നും ആയിക്കോട്ടെ.
പിയിൽ മാർക്കറ്റ് നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 92ലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് വരണം. ഇപ്പോൾ ഡോജി ക്യാനിലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് 130, പിന്നെ സെക്കൻഡ് ടാർഗറ്റ് ഏകദേശം ഒരു 140, ആ റേഞ്ചൊക്കെ പോകാനായിട്ട് സിയിൽ കിടപ്പുണ്ട്. അതിൽ 2 മിനിറ്റിലേക്ക് നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്താൽ മാർക്കറ്റ് ഓൾറെഡി ഒരു പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് സിയിൽ തന്നെയാണ്. അവിടെ ഒരു SMA മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിയിലേക്ക് കൺവേർഷൻ വന്നിട്ടില്ല, അതിനുള്ള സാഹചര്യത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം 120 ബ്രേക്ക് ചെയ്ത സിയിലും, പിന്നെ ഒരു സേഫ് സോൺ എന്ന് പറയണത് ഇവിടെ 120 ഒക്കെ ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിയിൽ 120 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 128ലേക്കൊരു സഡൻ ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവും. 120 ബ്രേക്ക് 121 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 128ലേക്കോ 135ലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാം പിയിൽ. അതായത് ഈ ഒരു 117 എന്ന് പറഞ്ഞ ലെവൽ കിടപ്പുണ്ട്, അവിടെ കൺസോൾട്ടേഷൻ സോണാണ്. അപ്പം അത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിജക്ഷൻ ഏരിയ ആണ്, കാരണം ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ ഫോം ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കിടക്കണം. അതുകൊണ്ടാണ് നമ്മൾ 117, ഒരു 118ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 128ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഫാസ്റ്റായിട്ടുണ്ടാവും. അതിനുശേഷം അത് 135ലേക്കോ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 171 വരെയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 155, 171 ആ ഭാഗത്തേക്കാണ് പിയുടെ മൂവ്മെൻറ്റ്. അതിലെപ്പോഴും ബെറ്റർ ഒരു ഫ്രീ ചോയ്സ് എന്ന് പറഞ്ഞാൽ 135 എബോവ് ആണ്. അപ്പോൾ അത്രയും വരെ കാത്തു നിൽക്കുന്നതിന് പകരം ഒരു 10-15 പോയിൻ്റ് ഇടക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിട്ടുള്ള കേസുകളാണല്ലോ. 2 മിനിറ്റിൽ ഒരു ക്രോസ് ഓവറിൻ്റെ പക്കത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രീവിയസ് ആയിട്ടുള്ള ടിപ്പിലാണ് ഇടിച്ച് നിൽക്കുന്നത്. ഇപ്പം ഒരു 130, നമ്മൾ 129 പറഞ്ഞത്, ആ 130ലേക്കൊരു ടിപ്പ് വന്നിങ്ങനെ നിൽക്കുകയാണ്. 123. നമ്മളപ്പോൾ എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റ് 1 പോയിൻ്റോ സ്റ്റോപ്പ് ലോസൊക്കെ ഇട്ട് വെച്ചേക്കുക എന്നുള്ളതാണ്. അത് സസ്റ്റെയിൻ ചെയ്ത് അങ്ങ് പോകണോ. 122, 123. കാരണം അതെന്താണ് പോകാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാതിരിക്കാൻ വഴിയില്ല. ഇവിടെ 90-ലൊരു സപ്പോർട്ടിങ് സോൺ ഉണ്ട്. എന്തായാലും ഈ ഒരു 130 വരെയൊക്കെ പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റൊക്കെ ഇട്ട് വെച്ചേക്കുക. ഒറ്റയടിക്കൊന്നും മാർക്കറ്റ് പോകും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഈ 2 ക്യാൻഡിലിൻ്റെ റിജക്ഷൻ നിൽക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റ് കയറി പോകാത്തത്. ഈ 2 ഡോജി ക്യാൻഡിലിൻ്റെ ടിപ്പ് നിൽക്കുന്നതുകൊണ്ടാണ് ഒരു പ്രസ്സിങ് അങ്ങ് കിട്ടാത്തത്. അവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട്, കൺസോൾട്ടേഷൻ സോണാണ്. പിന്നെ 130 ബ്രേക്ക് ചെയ്താൽ ഒരു 132 പോയി നിൽക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ റീസൺ. കാരണം നല്ല രീതിയിൽ പിയിൽ മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ താഴത്തോട്ട് 105ലേക്കൊരു സഡൻ വലിവ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ച് കയറി പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഇട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റത്തുള്ളൂ. സ്റ്റോപ്പ് ലോസ് ഇടാതെ ഒരു പരിപാടിയും നമ്മളില്ല. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് തന്നെ താഴത്തോട്ടുള്ള ആ ഹണ്ടിങ് ഡോജി ക്യാൻഡിലായിട്ട് വന്ന് നിൽപ്പുണ്ട്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തേക്ക് വരത്തുള്ളൂ. അതായത് ഈ ഡോജി ക്യാൻഡിൽ അതിൻ്റെ ലോ 113, അത് ബ്രേക്ക് ചെയ്താൽ മാത്രം താഴത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി.
അപ്പോൾ നിലവിൽ ഈ ക്യാൻഡിൽ ഒരു 124 125 ടച്ച് ചെയ്താൽ 128 131 പറന്നങ്ങ് പൊക്കോളൂ. കാരണം ഡോജി ക്യാൻഡിലാണ്. ഡോജി ക്യാൻഡിൽ ആയതുകൊണ്ട് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. $125 ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്ക് 129 ഇട്ട് പോകും. ആ പ്രീവിയസ് ആയിട്ടുള്ള ടിപ്പ് ആണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കണേ. അതായത് ഇവിടുത്തെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ടിപ്പുണ്ട്, അത് 117 ആ ടിപ്പ് ഒരു നല്ല റെസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് മേളിലോട്ട് കയറി പോകാത്തതിൻ്റെ റീസൺ. നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഈ കേസ് കൊണ്ടാണ്. കാരണം ഏത് നിമിഷവും താഴത്തോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാം. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 105 100 106 മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താഴത്തുനിന്ന് പിന്നെയും നമുക്ക് റീ എൻട്രി എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മറ്റേത് കയറിപ്പോയി. നമ്മൾ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടു. സാധനം 105 മുതൽ താഴത്തേക്ക് കൃത്യമായിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്ത് ആ 100 വന്ന് അല്ലെങ്കിൽ 105 വന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു എൻട്രി എടുത്താലും ആ റിട്ടേൺ വലിവിൽ ഈസി ആയിട്ട് 10 പോയിൻ്റ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. നമ്മൾ ഈ ഒരു 2 ക്യാൻഡിൽ ഇത് വന്നപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ പിയിൽ റിട്ടേൺ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് പോകാം. അത് ഈവൻ 105 വരെ മാർക്കറ്റ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്ന് എന്ത് ചെയ്തു, കറക്റ്റായിട്ട് 110 ടച്ച് ചെയ്തു. അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. അത് കറക്റ്റായിട്ട് 112 വരെ വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് 12 പോയിൻ്റ് അവിടെ നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ എൻട്രി എടുത്തിട്ടാണെങ്കിലും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ സ്റ്റോപ്പ് ലോസ് ഇടുക. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ 113 അപ്പോൾ 113 ഇട്ടാലും വലിയ വിഷയമില്ല. അപ്പോൾ എന്ത് ചെയ്തു, താഴത്തോട്ട് നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നു. 105 100 വന്ന് സപ്പോർട്ട് എടുത്തു. ആ 100 ഒരു ഓർഡർ അങ്ങ് പ്ലേസ് ചെയ്തു. ആ സാധനം അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കയറി പോകുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ഇടാത്ത ആളുകൾക്ക് എന്ത് പറ്റി, ആ മേടിച്ച പ്രൈസിൽ തന്നെ മാർക്കറ്റ് വന്നു. അത് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് പേടിച്ചു പോയ ആൾക്കാർക്ക് എന്ത് പറ്റി, തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുമ്പോൾ നോക്കിയിരിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ 85 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ 90 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് താഴത്തോട്ട് വന്നിട്ട്, അതായത് പിയിൽ മേളിലോട്ടുള്ള ഒരു കുതിപ്പുണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തോട്ട് വരും. അപ്പോൾ താഴത്തു നിന്നുള്ള എൻട്രി നമുക്ക് പോസിബിൾ ആണെന്നാണ് പറഞ്ഞത്. ആ പോസിബിലിറ്റി ഇപ്പോൾ നോക്കിയേ, 100 നിന്ന് എടുത്താൽ 18 എത്ര പോയിൻ്റ് വരെ കയറി, 21 പോയിൻ്റ്, 20 പോയിൻ്റാണ് ഈസി ആയിട്ട് അതിൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ വൈറ്റ് ലൈൻ ഗ്രീൻ ലൈൻ ടച്ച് ചെയ്തു, ഇവിടെ വൈറ്റ് ലൈൻ ഗ്രീൻ ലൈൻ ടച്ച് ചെയ്തിട്ടില്ല. RSI ഇവിടെ ഓൾറെഡി ക്രോസ് ഓവറാണ്. അപ്പോൾ ഈ 20 പോയിൻ്റ് എടുത്തിട്ട് മാറി നിൽക്കാം. ദെൻ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ 125 ബ്രേക്ക് ചെയ്താലേ ഇനി എടുക്കുള്ളൂ എന്നും പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാം. 10 പോയിൻ്റ് ആഗ്രഹിക്കുന്നതാണ് ആ ബ്ലൂ ലൈൻ. ഞാൻ ഈ ബ്ലൂ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്, അത് മാറ്റിയിട്ടുണ്ട്. ഇനിയെങ്കിലും കയറിപ്പോട്ടെ. കണ്ടാ, ഞാൻ ആ ബ്ലൂ ലൈൻ എപ്പോൾ മാറ്റിയോ അപ്പോൾ മാർക്കറ്റ് കയറിപ്പോയി. എനിക്ക് പണ്ട് തൊട്ടുള്ളൊരു ശാപമാണ്. 124 133 അതാണ് കുതിക്കണതിന് മുമ്പുള്ള പിൻവലിയിലാണ് ആ കണ്ടത്. നമ്മൾ സ്ഥിരം കാണുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മാർക്കറ്റ് 129 ടച്ച് ചെയ്തു. അത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും മേ ബി മാർക്കറ്റ് 155 171 വരെയൊക്കെ മാർക്കറ്റ് പോവാം. അപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ആ ഒരു പദം പ്രയോഗിക്കാറില്ല. കാരണം ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്നത് മുകളിലോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള താഴത്തോട്ട്, ഈ പുലി മുമ്പോട്ട് കുതിക്കാൻ വേണ്ടി പുറകോട്ട് പായൂ എന്ന് പറയില്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, വൈറ്റ് ലൈനിൽ മാർക്കറ്റ് ടച്ച് ചെയ്തു. ഇവിടെ വൈറ്റ് ലൈനിൽ ടച്ച് ചെയ്തപ്പോൾ ഇവിടെ റെഡ് ലൈനിൽ ടച്ച് ചെയ്തു. അപ്പോൾ ആദ്യത്തെ റെസ്പെക്റ്റാണ്. പ്രീവിയസ് ആയിട്ടുള്ളൊരു വൈറ്റ് ലൈൻ ഇവിടെ നിൽപ്പുണ്ട്, അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിങ് താഴത്തോട്ട് പോന്നോട്ടെ. മാർക്കറ്റ് എവിടം വരെ വരും, അടുത്ത 61 50 സപ്പോർട്ട് എടുക്കാൻ വന്നോട്ടെ, നമുക്ക് വിഷയമില്ല. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 155 171 മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ 125 ടച്ച് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയിട്ടുള്ള കേസായിരുന്നു.
അത് ഇവിടെ നിന്ന് ടച്ച് ചെയ്യോ താഴെ പോയിട്ട് ടച്ച് ചെയ്യോ എന്നുള്ളത് ഓരോ ട്രെയിലറുടെ ആ സമയത്തെ മനസാന്നിധ്യത്തെ അനുസരിച്ചിട്ടിരിക്കും ബാക്കി കാര്യങ്ങൾ. 115 ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോകാത്തടത്തോളം കാലവും RSI ഇവിടെ ക്രോസ് ഓവറായി നിൽക്കുന്ന കാരണം, ഇവിടെ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന കാരണം നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 115 മേളിലോട്ട് പോകാത്ത കാരണം നമ്മൾ പിന്നെ സിയിൽ വലിയ ബലം പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. ഇവിടെ ഓൾറെഡി ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽപ്പുണ്ട് താനും. അപ്പോൾ ഇവിടെ വൈറ്റ് ലൈൻ ഗ്രീൻ ലൈൻ ടച്ച് ചെയ്തു. അപ്പം എന്നെ സംബന്ധിച്ച് 9:29 നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. 100 തൊട്ട് 125 വരെ 25 പോയിൻറ്റ്സ് ഓൾറെഡി ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് നമ്മളെടുത്തിട്ടുണ്ട്. കയറേണ്ട സ്ഥലത്ത് കയറുക, കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക, അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കുക, ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുക. സംഭവം 25 പോയിൻറ്റ്. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത ലൈനൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു റീകർവ് വരുന്നുണ്ട്. ഇവിടെ റെഡിലേക്കും കൂടെ കയറിയാലേ ആ ഒരു മൂവ് കൺഫർമേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇനി അടുത്ത മൂവ്മെൻറ്റ് 115 തൊട്ട് 114 142 ആയിരിക്കും അടുത്ത മൂവ്മെൻറ്റ്. ഇവിടെ ഇതിൻ്റെ ഒരു അപ്പർ സൈഡ് വ്യൂ വന്നിട്ടില്ല. ഇവിടെ 125 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 155ലേക്കോ 171ലേക്കോ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നമുക്ക് ആ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എൻ്റെ പരിപാടി എന്തായാലും കഴിഞ്ഞു. മാർക്കറ്റിന് എങ്ങോട്ട് പോയാലും എങ്ങനെ പോയാലും അത്ര വലിയ കോൺസെൻട്രേഷനൊന്നും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. മാക്സിമം പോയാലും ഒരു 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസിൽ എന്തെങ്കിലുമൊക്കെ ഒരു എൻട്രി എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഹാപ്പിയാണ്. 10ന് പകരം 25 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി 9:30 കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എനിവേ നമുക്ക് അടുത്ത 125 അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ളൊരു ഹൈ, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ 133 135 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 155ലേക്കോ 171ലേക്കോ ഉള്ളൊരു മൂവ്മെൻറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 105 ഒക്കെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബ്ലൂ ലൈൻ മാറ്റിയിടാം. ഒരു 110 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 108 10 8ഉം 10ഉം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 115ലേക്ക് അവിടെ ബ്രേക്ക് ചെയ്താൽ 130 142ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഇനി ഒരു കൺഫേം മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുവരെ വീഡിയോ ഏതെങ്കിലും ഒരു ടാർഗറ്റിലേക്ക് എത്തട്ടെ. ഇവിടെ ഓൾറെഡി പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഒറ്റയടിക്കാണ് മാർക്കറ്റ് എങ്ങോട്ട് പോയത്. 115 123 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് അത് ആ ഏരിയയൊക്കെ ഒന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇങ്ങനെ ആയിരുന്നു കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ. ഇങ്ങനെ ഒരു വിക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറേ നേരം കൺസോൾട്ടേഷൻ മാർക്കറ്റിലേക്ക് ആയിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു റീകർവ് വന്നത് കാരണമാണ് പറഞ്ഞത് ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെയാണ്. മേ ബി ഒരു 100 ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. കാരണം ഇവിടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അവിടെ ഉണ്ടായത്. ഇനി ഞാനായിട്ട് മാർക്കറ്റിനെ ഒരുപാട് ചാർട്ടിനെ ഞാൻ പീഡിപ്പിക്കുന്നില്ല. നമുക്ക് വരാനുള്ള ചാർട്ട് തന്നിട്ടുണ്ട്. സന്തോഷത്തോടു കൂടി നമ്മൾ രാവിലെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തോളാം എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തത് കൊണ്ട് ഇനി നല്ല സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടട്ടെ. ഫ്യൂച്ചറിലാണെങ്കിലും മുകളിലാണ് നിൽക്കുന്നത്. നിൽക്കുന്നത് SMA നിൽക്കുന്നത്. നമ്മൾ ഇൻഡെക്സിലും നമ്മളത് പറഞ്ഞിട്ടുണ്ടായി. കാരണം മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ട് ബ്ലൂ ലൈൻ്റെ അങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. കറക്റ്റ് ബ്ലൂ ലൈൻ്റെ അങ്ങോട്ടാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അതിനുശേഷം അവിടെ നല്ല റിവേഴ്സൽ അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ ലൈൻ വരുന്നത് വരെ കൺസോൾട്ടേഷനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള 22,624 സെയിം പൊസിഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ആയിരിക്കും. അതിനുശേഷമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഇനി ഉണ്ടാവത്തുള്ളൂ. ആ ബോക്സിൻ്റെ ലൈൻസ് എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു പിൻബാറാണ്. നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. 5 മിനിറ്റിൽ ഇനിയും താഴത്തേക്ക് ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. 5 മിനിറ്റിൽ PE താഴത്തേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ CE അതായത് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ താഴത്തെ വൈറ്റ് ലൈൻ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല.
അതുകൊണ്ട് ഏത് നിമിഷം ഒരു താഴത്തേക്ക് വരാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ നിൽക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ 130 ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ 115 എൻട്രി എടുത്താൽ ഒരു 130ലേക്ക് 15 പോയിന്റ്, അല്ല 113 എൻട്രി എടുത്താൽ 15 പോയിന്റ് അങ്ങോട്ടും കിട്ടും. 97 എൻട്രി എടുത്താൽ 97, 107, 115ലേക്കും കിട്ടും. 85, 7 പോയിന്റ്. അപ്പോൾ രണ്ടിലും ഈ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് കഴിഞ്ഞാൽ ഈസിയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ഇത് നല്ലൊരു സപ്പോർട്ടിങ് ഫാക്ടർ ആട്ടോ ഈ പറഞ്ഞ ഏരിയ. നമ്മൾ പറഞ്ഞത് ഇവിടെ വൈറ്റ് ലൈൻ ടച്ച് ചെയ്തിട്ടില്ല, അത് വൈറ്റ് ലൈനിലേക്ക് ടച്ച് ചെയ്യാൻ സഡൻ ഒരു ഡംപ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് വന്നു. ഇതിനിപ്പോൾ ഗ്രീൻ ലൈനിലേക്ക് കയറണം. പിന്നെ സെക്കൻഡ് തിങ് ഇവിടെ 140 ടച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ലെവലിൽ മാർക്കറ്റ് നിൽക്കുകയാണ് കേട്ടോ. ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, പക്ഷേ ജസ്റ്റ് മിസ്സായിപ്പോയി. കാരണം താഴത്തോട്ട് വൈറ്റ് ലൈനിലേക്ക് ഒരു 5 മിനിറ്റ്സിൽ ടച്ച് ചെയ്യാൻ വരും. അപ്പോൾ 80 എടുത്തിട്ട് ഒരു 79 സ്റ്റോപ്പ് ലോസ് ഇട്ടാലും വലിയ വിഷയങ്ങൾ വരില്ലായിരുന്നു. ഇവിടെ ക്രോസ് ഓവർ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ കളിച്ച് നിന്നപ്പോൾ താഴത്തേക്കുള്ള സപ്പോർട്ടിൽ വന്നു. അവിടെ ഒരു എൻട്രി എടുത്തിട്ട് 1 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും എടുത്തിട്ട് അങ്ങ് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ നമുക്കൊരു 120, 142 വരെയൊക്കെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാം. പോയാലും 1 പോയിന്റ് അല്ലേ സ്റ്റോപ്പ് ലോസ് പോവുള്ളൂ. ഇല്ലെങ്കിൽ 1 പോയിന്റ് കയറ്റിയിട്ടാലും നമുക്ക് പ്രോഫിറ്റബിൾ ആയേനെ. കാരണം 5 മിനിറ്റിൽ SMA ടച്ച് ചെയ്ത് നിൽപ്പുണ്ട്. അത് ആദ്യത്തെ റിജക്ഷൻ റെസ്പെക്റ്റ് ആണ് ആ കണ്ടത്. പക്ഷെ 80 എൻട്രി കിട്ടിയായിരുന്നെങ്കിൽ 15 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയേനെ. നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയി. അതവിടെ കിടക്കട്ടെ എന്ന് നോക്കണം. ഈ RSI ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുന്നത് വരെ ചാൻസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസിന് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അതാണ് 1 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇടുമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഇത് ഗ്രീനിലേക്ക് കയറുന്നത് വരെ ഇത് സേഫ് അല്ല, അതാണ് 1 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 135 ടച്ച് ചെയ്തിട്ടില്ല. 135 അല്ലെങ്കിൽ 132 ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എപ്പോഴും 1 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഇടുക. കയറി കഴിഞ്ഞാൽ 1 പോയിന്റ് കയറ്റിയിട്ടിട്ട് അത് എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്യണം. എന്തായാലും കൺസോൾട്ടേഷൻ ആണ് ഇന്ന്. കുറേ നേരം കൺസോൾട്ടേഷൻ തന്നെയാണ്. എന്തായാലും ടാർഗറ്റുകൾ എത്തട്ടെ, അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ മെജോറിറ്റി ചെയ്യാറുള്ള ഹെഡ്ജിങ്, അതായത് 95 എൻട്രി എടുത്താൽ ഒരു 80, 15 പോയിന്റ് അടുത്ത് വരും സ്റ്റോപ്പ് ലോസ്. അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ഹെഡ്ജ് ചെയ്യായിരുന്നു. ഇത് 120ലേക്ക് മുട്ടുമ്പോൾ ഇവിടെ അതിൽ നിന്നൊരു 5 പോയിന്റ് കിട്ടും. ഇവിടെ 115 എടുത്താൽ ഒരു 95, 105, ഇവിടെയും 15 പോയിന്റ് വരും. 115 നിന്ന് 130ലേക്കേ പോകത്തുള്ളൂ. സ്ട്രൈക്ക് സെലക്ട് ചെയ്ത വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഹെഡ്ജ് ചെയ്തിടായിരുന്നു. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ ഈ ഒരു എൻട്രിയാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇത്ര ഡിലേ ആയാലും അതിൻ്റെ മൂവ്മെൻ്റാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഗ്രീനിലേക്ക് കയറാതെ ഒരു കൺഫർമേഷൻ നമുക്ക് പറയാനായിട്ട് പറ്റത്തുമില്ല. ഇവിടെ ബെറ്റർ ആയിട്ടൊരു ഹെഡ്ജിങ്ങിന് ചാൻസ് ഉണ്ട്. അതായത് 96 നിന്ന് 120 വരെ ഒരു 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ 86, 85, 95, 105, 20 പോയിന്റിൻ്റെ ഒരു ഇതാണ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു 90 താഴത്തേക്ക് ഇടണം. 90, 15 പോയിന്റ്.
ഇത് മുകളിലോട്ട് പോയാൽ 130, 5 25 പോയിന്റ്. കാരണം ഇവിടെ യെല്ലോ ലൈൻ മുട്ടിയിട്ടുണ്ട്, ഇവിടെ യെല്ലോ ലൈൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വരുന്നത് വരെ ഈ കൺസോൾട്ടേഷൻ ആയിരിക്കും. പിന്നെ ആകെയുള്ള പ്രതീക്ഷ ഈ ഒരു ക്രോസ് ഓവർ കഴിഞ്ഞിട്ടുണ്ട്. 80 പക്ക എൻട്രി ആയിരുന്നു. അതുപോലത്തെ അവസരങ്ങളൊക്കെ വല്ലപ്പോഴും ഇതേപോലെ കിട്ടത്തുള്ളൂ. 80 എടുത്താൽ ഈ പറഞ്ഞ പോലെ 95 15 പോയിന്റിൽ എക്സിറ്റ് ആയാലോ അല്ലെങ്കിൽ 105 എക്സിറ്റ് ആയാലോ ഒരു വിഷയമില്ല. നമുക്ക് നോക്കാം. നമ്മുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് രണ്ടിനും 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഇത് 120 അല്ലെങ്കിൽ 135, ഇത് 130 അല്ലെങ്കിൽ 130 ബ്രേക്ക് ചെയ്താൽ 155. അപ്പോൾ ഹെഡ്ജിങ്ങിൻ്റെ മൂവ്മെൻറ്റിൽ എങ്ങനെയാണ് പോസിബിലിറ്റി എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്യാം. ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ചെയ്യാം. 119.30 നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. 120 ടച്ച് ചെയ്താൽ 131 പോകേണ്ടി വരും. ഈ നിസ്സാരമായിട്ടൊരു 20 0.20 അല്ലെങ്കിൽ 119.70, 119.95, 118.90 അങ്ങനെയൊക്കെ കൊണ്ട് നിർത്താറുണ്ട്. മിക്ക വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അര പോയിന്റിലൊക്കെ നമ്മൾ ചെറിയൊരു ബലം പിടിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വയലറ്റ് ലൈൻ്റെ ലോയിലാണ് 2 ക്യാൻഡിലും വന്ന് ഇടിച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് 119 ആണെങ്കിലും ഇവിടെ നമ്മൾ ഈ ഒരു ലെവലിലെങ്ങാണ്ടാണ് ഈ ഒരു എൻട്രി പറഞ്ഞത് 109-90. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും എത്ര പോയിന്റ് ഏകദേശം ഒരു ടാലി ആക്കിയിട്ടൊക്കെ ഹെഡ്ജിങ്ങുകാർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 80 എന്നുള്ള എൻട്രിയാണ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ കുറച്ച് ഡിലേ ആയിപ്പോയി. 119, 114, 120 വൺ സൈഡ് ആണെങ്കിലും ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ട്രേഡാണ്. ഇനിയിപ്പോൾ ഒരു യെല്ലോ ലൈൻ മുട്ടാതെ അടുത്തൊരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ എയർലി എൻട്രി ആയിരുന്നെങ്കിൽ 80 തൊട്ട് 120 വേണ്ട, 114 വരെ കിട്ടിക്കഴിഞ്ഞാലും 24 പോയിൻ്റാണ് ഈസി ആയിട്ട് കിട്ടേണ്ടത്. നമ്മൾ ആരോ ഓൾറെഡി നമ്മൾ ബ്ലൂ ലൈനൊക്കെ മാറ്റി ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഡോജി ക്യാൻഡിലായാൽ ഇനി 114 ബ്രേക്ക് ചെയ്താൽ 120, 131 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. RSI ഓൾറെഡി ഗ്രീനിലേക്ക് ടച്ച് ചെയ്യാറായി നിൽക്കുകയാണ്. അത് ഗ്രീനിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും റെസിസ്റ്റൻസിൽ ഇടിച്ച് നിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സെക്കൻഡ് തിങ്, ഇത് അടുത്ത ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യുക, ലോങ് ഹോൾഡിങ്. അത് തേർഡ് സെനാരിയോ. അങ്ങനത്തെ ഒരു സെനാരിയോ പോസിബിൾ ആവണമെങ്കിൽ ഓൾറെഡി പ്രീവിയസ് ആയിട്ടുള്ള ഒരു ട്രേഡിൽ പ്രോഫിറ്റബിൾ ആണെങ്കിൽ മേ ബി ഇതെടുത്തിട്ട് ചെറിയൊരു കോസ്റ്റ് ടു കോസ്റ്റൊക്കെ ഇട്ടിച്ചിട്ട് ഹോൾഡ് ചെയ്താലും കിട്ടുന്നതൊക്കെ ബോണസ് ആണെന്നുള്ളൊരു വിചാരം വേണം. അപ്പോൾ 2 ക്യാൻഡലിൻ്റെ ടാലിയാണ് ആ കാണുന്നത്. നോക്കിയേ, കയറേണ്ട സ്ഥലത്ത് കയറി, ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിയില്ല, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് കയറിയോ അവിടെ തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് മിക്ക ട്രേഡേഴ്സിനെയും ലോസിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ റീസൺ. ഇതൊരു പ്ലെയിൻ ചാർട്ടിലാണെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ ഉണ്ടോ, ഇവിടെ നിന്ന് റിജക്ഷൻ ആവുമോ, നമ്മൾ ഈ പറഞ്ഞ പോലെ 120 ടച്ച് ചെയ്യാനാണെങ്കിൽ അത് പണ്ടേ ടച്ച് ചെയ്തേനെ. അപ്പോൾ ആ പ്രോഫിറ്റ് എടുക്കുക, എന്നിട്ട് അവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യുക. ദെൻ 114 120 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെയും നമുക്കൊരു 11 പോയിന്റ് കിട്ടുമല്ലോ. കിട്ടി തൊട്ട് കളയുകയും വേണ്ട. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മൂത്തവരെ കാണുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ റെസ്പെക്റ്റേഷനാണ് അവിടെ കഴിഞ്ഞത്. ഇത് ഗ്രീനിലേക്ക് കയറിയിട്ടുമില്ല. ഗ്രീനിലേക്കും കൂടെ കയറിക്കഴിഞ്ഞാൽ ഒരു കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. കൺസോൾട്ടേഷനാണ് ഇന്ന് മെജോറിറ്റി എന്ന് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ട്. 10 പോയിൻറ്റും 20 പോയിൻ്റൊക്കെ എടുത്ത് മാറാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സങ്കടം വന്നത് ഈ 80 എൻട്രി എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഒരു 119 വരെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് നിന്നുള്ള എൻട്രിയാണ് കിട്ടിയത്. ഇതൊരു പിൻബാറാണ്. ഈ ക്യാൻഡിൻ്റെ ലോവിൽ നിന്നാണ് ഒരു എൻട്രി കിട്ടിയത്. 90 to 114 വരെ, 114 ഞാൻ ട്രെയിൽ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ 24 പോയിൻ്റ് എനിക്കും അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇനി RSI ഇപ്പോൾ ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഇത് കൺഫേം ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാധനം ചിലപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് 105 ബ്രേക്ക് ചെയ്ത് 114, 120, 125 പോകും. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഒന്നും കൂടെ 83 മാർക്കറ്റ് ഫാളാവും. ആ സമയത്ത് ഇതെന്ത് ചെയ്യും, ഇവിടെ ഒരു 115 ബ്രേക്ക് ചെയ്താൽ 125 ഒരു 10 പോയിന്റ് കിട്ടും പിയിൽ.
19 വരെ പോയിട്ടുള്ളൂ. അങ്ങനെ പോകേണ്ടതല്ല, ഒരു 25-24 വരെയൊക്കെ വരേണ്ടതാണ് പി. കാരണം ഈ ഒരു വിക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുമെന്നേ. സോറി, എന്തുകൊണ്ടാണ് അവിടെ ആദ്യം ഒരു റിവേഴ്സ് വന്നതെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രീവിയസ് ആയിട്ടുള്ള ഈ ക്യാൻഡലിൻ്റെ വിക്കിൽ ഇടിച്ചത് കൊണ്ടാണ് അവിടം വരെ പോയിട്ടൊന്ന് റിവേഴ്സ് വന്നത്. ദെൻ അത് എഗെയിൻ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 125 പോകും. അപ്പം അവിടെയും ഈ പറഞ്ഞ പോലെ 112 മുതൽ ഒരു 5 പോയിൻ്റൊക്കെ അവിടെ ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ അവിടെ പ്രീവിയസ് ആയിട്ടുള്ള സാഹചര്യത്തിലേക്കൊക്കെ ഒന്ന് കണ്ണോടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ റെസ്പെക്റ്റാണത്. രണ്ടാമത്തെ റെസ്പെക്റ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 125 ഇട്ട് പോകും. 122, 120, 121. അപ്പോൾ എൻ്റെ ആ സങ്കടവും തീർന്നു കിട്ടി. കാരണം 80 നിന്ന് ഈ ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഞാൻ മിസ് ചെയ്തായിരുന്നു. 80 നിന്ന് 90-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് പോയപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായി. അത് കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായി. അപ്പോൾ ആ സങ്കടം എന്തായാലും ഇവിടെ തീർന്നു കിട്ടിയിട്ടുണ്ട്. ഇവിടെ 112 മുതൽ 123 വരെ 127 വരെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 127 അല്ല, സോറി, 130. അപ്പം നമ്മൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ തീരാവുന്ന കേസുള്ളൂ. അതായത് ഇത് ഗ്രീനിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഈ സാധനം വീണ്ടും വൈറ്റിലേക്ക് ടച്ച് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. സെക്കൻഡ് തിങ്, ഈ സാധനം 115 പോയിൽ 130 വരെ പോകുന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എത്രയാണ് സേഫായിട്ടുള്ളൊരു ഏരിയ? 115 മുതൽ 130 വരെ, 131 വരെ പോയിട്ടുണ്ട്. അപ്പം ആ പോയിന്റ് അവിടെ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമതുള്ള ഗുണം എന്താ? അത് അവിടെ നിന്നും കിട്ടും. ഇവിടെ 83-ൽ മാർക്കറ്റ് എൻട്രി എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് വെക്കുക. ഒന്നെങ്കിൽ ഇത് ഇനി സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് 125-ൽ ടച്ച് ചെയ്യുക, 125 ബ്രേക്ക് ചെയ്താൽ 140 വരെ എത്തുക. അല്ലെങ്കിൽ ഈ ക്രോസ് ഓവർ എവിടം വരെ ആണോ, ഒന്നെങ്കിൽ ഇത് ക്രോസ് ഓവർ ആവുന്നത് എവിടെയാണോ ആ നിയറസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങും. അല്ലെങ്കിൽ ഇത് ഒരു പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അവിടെ നമ്മുടെ ട്രേഡിങ് വൈൻഡപ്പ് ചെയ്യും, നമ്മുടെ പരിപാടി തീർക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ഒന്നെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ് ആയിക്കഴിഞ്ഞാൽ വീഡിയോ ഓൺ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ആയി ട്രേഡിങ് നിർത്താമെന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റുകൾ 125, നെക്സ്റ്റ് ടാർഗറ്റ് 140, അതിൻ്റെ അടുത്ത ടാർഗറ്റ് 175, അല്ലെങ്കിൽ ഇത് ക്രോസ് ഓവർ ആവുന്നവരെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് സ്ഥിരമായിട്ട് നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതൊക്കെ ടാർഗറ്റ് ഈസി ആയിട്ടൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന കേസുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഇത് പ്രതീക്ഷിച്ചിരുന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കി. 83-ൽ നിന്ന് ആ ക്യാൻഡിൽ തന്നെ 13 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി 130 ബ്രേക്ക് ചെയ്താൽ 155, 171. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിൽ ഹോൾഡിംഗ് ആണ്, അറ്റ്ലീസ്റ്റ് 125 വരെയെങ്കിലും. ഈ ലോ ടച്ച് ചെയ്യാനായിട്ട് താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കി. അതായത് പ്രീവിയസ് ആയിട്ട് ഉണ്ടായ അതേ കാര്യം തന്നെയാണ് ഇപ്പുറത്തും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്താ അവിടെ വേറൊരു കാര്യം സംഭവിച്ചത്? പ്രീവിയസ് ലോവിൻ്റെ താഴെ മാർക്കറ്റ് പോയിട്ടില്ല എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ ഗ്രീനിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാം. മുമ്പും പലതവണയും നമ്മളത് കണ്ട് ശീലിച്ചത് കൊണ്ടാണ് നമുക്ക് ആ ടെൻഷൻ ഇല്ലാത്തത്. ഇനി വീണ്ടും കൺസോൾട്ടേഷനിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ഒരു പോയിന്റ് അടിച്ചു പോകണമെങ്കിൽ പൊക്കോട്ടെ, നമുക്ക് പരാതിയില്ല. കാരണം ഇവിടെ ഓൾറെഡി 10-15 പോയിന്റ് കൂടുതൽ ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരൊറ്റ തീരുമാനം, ഒന്നെങ്കിൽ ഇത് 80-ൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് 119 ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം, ഇത് ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യണം. സെക്കൻഡ് തിങ്, ഇവിടെ 130 ബ്രേക്ക് ചെയ്താൽ ഒരു 141-ലേക്ക് ആദ്യത്തെ മൂവ്മെൻറ്റ്, 155, 171-ലേക്ക് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി, അത് നോക്കുമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട്, അതായത് ത്രിവേണി സംഗമം എന്ന് പറയണ പോലെയാണ്. 110 റെസിസ്റ്റൻറ്റ്, 111 റെസിസ്റ്റൻറ്റ്, 112 റെസിസ്റ്റൻറ്റ്. അപ്പോൾ അവിടെ നിസ്സാര വോളിയൊന്നും പോരാ.
ആ ഒരു ഏരിയന് ബ്രേക്ക് ചെയ്താൽ, ഈ ഒരു ഏരിയന് ബ്രേക്ക് ചെയ്താൽ പിന്നെ പിടിവിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ആ പോക്ക് എവിടം വരെ പോകാം? ബ്രേക്ക് ആയാലോ കേട്ടോ 130 142 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, മാർക്കറ്റ് ഇവിടെ ഡൗൺ ആവും. ഡൗൺ ആവുമ്പോൾ 83-ൽ നമുക്കൊരു എൻട്രി പാസ്സാക്കാം. അവിടെ എൻട്രി പാസ്സായി. അതിനുശേഷം നമ്മൾ രണ്ട് തീരുമാനം എടുത്തത്, ഒന്നെങ്കിൽ 2 പോയിൻ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ യെല്ലോ ലൈൻ മുട്ടുന്നത് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു വളരെ ടഫായിട്ടുള്ള ഒരു സ്ട്രോങ്ങസ്റ്റ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിപ്പോയാൽ 112 113 ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു. നമുക്ക് രണ്ട് തീരുമാനങ്ങളേ ഉള്ളൂ, ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ ടാർഗറ്റ്. ഇതൊരു ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ 115 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 130 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ലോ ഒക്കെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ട്രെയിൽ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കുകയുള്ളൂ എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ 112-ൽ നമുക്ക് ഇറങ്ങാം. അപ്പോൾ 82 112 എത്ര പോയിൻ്റ് കിട്ടിയെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 82 മൈനസ് 112 30 പോയിൻ്റ് വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ 10 പോയിൻ്റിൽ ലോക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പം വളരെ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അടുത്ത 2-3 ക്യാൻഡിലിനുള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറാം. അങ്ങനെയുള്ള പല കലാപരിപാടികളായിട്ട് ഇനി അടുത്തുണ്ട്. പിന്നെ ഇത് ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യാം. 115-ലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് 116-ലേക്ക് എത്തി. 120 ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്ത ടിപ്പ് 142 അപ്പോൾ അങ്ങനെ ട്രെയിൽ ചെയ്ത് നമുക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. പിന്നെ ഈ ക്രോസ് ഓവറിൽ ഇവിടെ നിന്നൊരു എൻട്രി, ആ എൻട്രി അതിൻ്റെ സ്റ്റോപ്പ് ലോസ്, ആദ്യത്തെ എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഹോൾഡ് ചെയ്താലും അത് ഇതുവരെ അടിച്ചിട്ടില്ല. രണ്ടാമത്തെ എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണെങ്കിലും അത് ഇതുവരെ അടിച്ചിട്ടില്ല. രണ്ടിലെടുത്താലും ആദ്യത്തെ എടുത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡബിൾ ബെനിഫിറ്റ്, അല്ലെങ്കിൽ അതെടുത്തിട്ട് അടുത്ത ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്താൽ അതനുസരിച്ചിട്ട് ബെനിഫിറ്റ്. എന്തായാലും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക, ഇറങ്ങാം, എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. 30 പോയിൻ്റ് ഓൾറെഡി ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ വേണ്ട ഈ സ്റ്റോപ്പ് ലോസിൽ നിന്ന് കയറി മുകളിലോട്ട് വന്നിട്ട് പോട്ടെ, 10 പോയിൻ്റ് വിട്ടേക്ക്, എന്നാലും 20 പോയിൻ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ പറഞ്ഞത് ഈ ഒരു യെല്ലോ ലൈനാണ് നമ്മളൊരു തീരുമാനം എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴത്തോട്ട് പോയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല ചൊവ്വാഴ്ച എങ്ങനെയാണോ ഇതേപോലെ തന്നെയായിരുന്നു മാർക്കറ്റിൽ ചൊവ്വാഴ്ച. അന്ന് ഇതേപോലെ പിന്നെയും താഴത്തോട്ട് പോയിട്ടാണ് പിയിൽ നല്ല രീതിയിലൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ ആ സിനാരിയോ വീണ്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടം വരെ വരാം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 15 മിനിറ്റ്സിലേക്കൊന്ന് ഷിഫ്റ്റ് ഔട്ട് ചെയ്യാം. 15 മിനിറ്റിൽ നോക്കുമ്പോൾ 120 എന്നുള്ളതൊരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണ്. ആ 120 ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ അടുത്ത 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമും കൂടെ കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ക്യാൻഡിലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 163 ഭാഗത്തേക്കൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്രോഫിറ്റിൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കയറുന്നത്രയും കയറട്ടെ എന്ന് വിചാരിക്കണം. 120-ന് മേളിലോട്ട് പോയാൽ ഒരു 113 115 ഒക്കെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇൻഡെക്സിൽ എന്താണ് അവസ്ഥ? നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ബോക്സിൻ്റെ അറ്റപ്പറ്റ വന്നില്ലെങ്കിലും ഏകദേശം ആ ലെവലിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ചെറിയൊരു കൺസോൾട്ടേഷൻ. പിന്നെ മുകളിൽ SMA ഉണ്ട്, 22,694 റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ബ്രേക്കൗട്ട് ആവുമോ എന്ന് നോക്കാം. 10-20 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല രീതിയിലൊരു ഫാസ്റ്റ് ബ്രേക്കൗട്ടിനുള്ള ചാൻസസ് ആണ്. ഹൈ വോളിയം ബ്രേക്കൗട്ടായിരിക്കും ഇനി വരികയാണെന്നുണ്ടെങ്കിൽ. എന്തായാലും 49 മിനിറ്റ് ആയുള്ളൂ. 1 മണിക്കൂറിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം റെഡിലേക്ക് വന്നു, ഒരു ഹൈവേയിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ്. 120 എന്നുള്ളൊരു ഏരിയ ബ്രേക്ക് ചെയ്താൽ
അപ്പോൾ ചിലപ്പോൾ ഒരു ലോ വന്നിട്ട് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാം. 120 കൂടെ ബ്രേക്ക് ചെയ്താൽ വളരെ 185 187 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ലൈനൊക്കെ മാറ്റി വെക്കാം. നമ്മൾ 120 പറഞ്ഞത്, പക്ഷേ 128 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ആദ്യത്തെ ടിപ്പ് നമ്മൾ എത്ര 130 എങ്ങാണ്ടാണ് പറഞ്ഞത്. ഏകദേശം 128 വരെ പോയിട്ടുള്ളൂ. 130 വരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. വെയിറ്റ് ചെയ്യാം, സമയമുണ്ടല്ലോ. ഹൈ വോളിയം ബ്രേക്കൗട്ട് ആവുമെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സ്ട്രാറ്റജി പഠിച്ച ആളുകളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത പല ആളുകളും ഉണ്ട്. അത് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിൻ്റെ ആണെങ്കിലും ഏകദേശം സെയിം മെത്തേഡുകളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ചാർട്ട് കോമൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. 130 പ്രതീക്ഷയാണ്, പക്ഷേ 128 വരെ 120 ഒരു ട്രിഗർ പ്രൈസ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത. അപ്പോൾ 120 സേഫാണ്. ഇനി 120 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത മൂവ്മെൻറ്റിലേക്ക് നോക്കുന്നുള്ളൂ. ഈ ഒരു ടിപ്പ് വെച്ചിട്ടാണ് മെൻഷൻ ചെയ്തത്. ഫസ്റ്റ് ട്രേഡ് ഡൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് നമ്മൾ പറഞ്ഞു 83 മുതൽ 120 വരെ 37 പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നമ്മൾ പഠിച്ച ആൾക്കാർ ബാങ്ക് നിഫ്റ്റിയിൽ ഒരാൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അവരവരുടെ ഒരു ഡിസിപ്ലിൻ ട്രേഡ് കഴിഞ്ഞു, അവരത് മനസ്സിലാക്കി മാറ്റി വെച്ചു എന്നുള്ളേ ഉള്ളൂ. അടുത്താണെങ്കിലും അടുത്തൊരാൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്, ഞാൻ അതും പോസ്റ്റ് ചെയ്യാം, അപ്പോൾ വന്ന് കാണും. ഓക്കെ, 1192 അദ്ദേഹം പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിസിപ്ലിൻ ട്രേഡിൻ്റെ ഭാഗമാണ്. നമ്മൾ പറഞ്ഞു 120 ന്യായമായിട്ടുള്ളൊരു റേറ്റാണ്, അതിൽ ഓൾറെഡി തീരുമാനമായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 2 മിനിറ്റിലേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് അറിയാം. ഇവിടെ വീണ്ടും ഇങ്ങനെ ക്രോസ് ഓവർ താളം തെറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ ലോങ് ഹോൾഡിങ് ചെയ്യേണ്ടി വന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി 52 മിനിറ്റായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി, ഇനി മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് ബ്രേക്കൗട്ട് ആണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ, നമ്മൾ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ട്രേഡല്ല, ഇതിനു മുമ്പ് വേറെ 2-3 ട്രേഡ് എടുത്തിട്ട് 20-30 പോയിൻറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ബയ്യർ പരാജയപ്പെട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാമ്പിളിംഗ് അല്ല. ഇത് ഈ പറഞ്ഞ പോലെ ചാക്കോ മാഷിൻ്റെ കറക്റ്റ് കണക്ക് നമുക്ക് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് പറഞ്ഞിട്ടില്ലേ, ആ കണക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു കോൺഫിഡൻസ് ലെവൽ കിട്ടണം. കാരണം മാർക്കറ്റിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വരും. ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് എൻട്രി എടുത്തു, അതിൽ പോയിൻ്റ് ഇവിടം വരെ കിട്ടിയതാണ് ഓൾമോസ്റ്റ്. സെക്കൻഡ് വീണ്ടും അവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, അവിടെ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റബിൾ ആയതാണ്. അപ്പോൾ അത് അവിടെ വരുമെന്നും അത് ഇവിടം വരെ പോകും എന്നുള്ള എക്സ്പീരിയൻസിലൂടെ ആ ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരേ സ്ട്രാറ്റജി തെറ്റാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അവസാനം നമുക്ക് ശരിയിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയൊക്കെ 2023 മുമ്പ് ഒരു 3-4 മാസം മുമ്പ് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് 99 തെറ്റും 1 ശരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 98 തെറ്റായി, 2 ശരിയായി, പിന്നെ 50 ശരി 50 തെറ്റായി. ഇപ്പോൾ ഏറെക്കുറെ 90 ശരിയും 10 തെറ്റുമാണ് ദൈവാനുഗ്രഹം കൊണ്ട് വരുന്നുള്ളൂ. അത് നമ്മുടെ മാത്രം കഴിവല്ല, അത് മനസ്സിലാക്കിയെടുക്കാനും ക്ഷമയോടുകൂടി അതിനുവേണ്ടി ഇരിക്കാനും ഒരു മൈൻഡ് സെറ്റ് കിട്ടുക എന്നുള്ളത് അതൊരു ഈശ്വരാനുഗ്രഹമാണ്. അപ്പോൾ ഫെയിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ ബയറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലൈവുകൾ വാച്ച് ചെയ്യാം, പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതേപോലെ ഈ ഒരു വ്യൂ പറയുന്ന ലൈവിലേക്ക് വരാം. ഇവിടെ നിന്നൊരു മാർക്കറ്റ് മൂവായി, ഇത് ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റിന് മൂവ്മെൻറ്റ് ചാൻസ് ഉണ്ട്. നമ്മൾ അത് അടുത്ത സെക്ഷനിലേക്ക് നമ്മളത് ചെയ്യാം. കാരണം ഇപ്പോൾ തന്നെ ടൈം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും വെക്കുന്നത് ശരിയല്ല. നമ്മൾ ഈ ഒരു മഞ്ഞ ലൈൻ മുട്ടിക്കഴിഞ്ഞാൽ ലൈവ് വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർട്ടിനോട് പറഞ്ഞ വാക്കാണ്, അപ്പോൾ ആ വാക്ക് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ട്രേഡിംഗ് ഡേ ഉണ്ടാവട്ടെ, നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.